നമുക്കിന്ന് എൻജോയ് എന്ന വാക്കിനെ പറ്റി പഠിക്കാം. എൻജോയ് എന്നത് ഒരു വേർബ് ആണ്. അതിൻ്റെ മീനിങ് ആസ്വദിക്കുക, രസിക്കുക എന്നൊക്കെയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉപയോഗം എങ്ങനെയെന്ന് നോക്കാം. എൻജോയ് പ്ലസ് നൗൺ. ഐ എൻജോയ് കോഫി. ഞാൻ കോഫി ആസ്വദിക്കുന്നു, ആസ്വദിച്ചു കുടിക്കുന്നു. ഐ എൻജോയ് ടി വി. ഞാൻ ടി വി എൻജോയ് ചെയ്യുന്നു, ടി വി ആസ്വദിക്കുന്നു. ഐ എൻജോയ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് ആസ്വദിക്കുന്നു. ഐ എൻജോയ്ഡ് ദ മൂവി. ഞാൻ മൂവി ആസ്വദിച്ചു. എൻജോയ് യുവർ ഹോളിഡേ. നിങ്ങൾ നിങ്ങളുടെ ഹോളിഡേ എൻജോയ് ചെയ്യൂ. ഈ സെൻറ്റൻസുകളിലെല്ലാം എൻജോയ് എന്ന വേർഡ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കോഫി, ടി വി, ക്രിക്കറ്റ്, മൂവി, ഹോളിഡേ. ഇതൊക്കെ നൗൺസ് ആണ്. എൻജോയ് പ്ലസ് ജെറണ്ട്. എൻജോയ് എന്ന വേർബിന് ശേഷം ഒരു ജെറണ്ട് ഉപയോഗിക്കാം. ജെറണ്ട് എന്നാൽ വെർബൽ നൗൺ, വെർബിൽ നിന്നും ഉണ്ടാവുന്ന നൗൺ. വെർബിനോടുകൂടി ING ചേർത്ത് വെർബൽ നൗൺ ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, കുക്ക് എന്നാൽ പാചകം ചെയ്യുക. കുക്ക് പ്ലസ് ING കുക്കിംഗ്. പാചകം ചെയ്യൽ എന്നായി കുക്കിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ കുക്ക് എന്നത് വേർബും കുക്കിംഗ് എന്നത് വെർബൽ നൗണും ആണ്. നമുക്ക് എൻജോയ് എന്ന വേർബിന് ശേഷം വെർബൽ നൗൺ ഉപയോഗിക്കാം. ഐ എൻജോയ് കുക്കിംഗ്. ഞാൻ കുക്കിംഗ് ആസ്വദിക്കുന്നു. ഐ എൻജോയ് ക്ലീനിങ്. ഞാൻ ക്ലീനിങ് ആസ്വദിക്കുന്നു. ഐ എൻജോയ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫാമിലി. ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആസ്വദിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കും എന്ന് നോക്കാം. ഡു യു എൻജോയ് ചോക്ലേറ്റ്? ഡു യു എൻജോയ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഡു യു ലൈക്ക് ചോക്ലേറ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ എന്നാണ്. ഡു യു എൻജോയ് ട്രാവലിംഗ്? നിങ്ങൾ യാത്ര എൻജോയ് ചെയ്യുമോ? ഡു യു ലൈക്ക് ട്രാവലിംഗ് എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഡു യു എൻജോയ് ട്രാവലിംഗ് എന്ന് തന്നെയാണ്. കാരണം ട്രാവലിംഗ് എന്നത് ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അവിടെ എൻജോയ് എന്ന വാക്ക് തന്നെയാണ് കൂടുതൽ നല്ലത്. ഒരു പാർട്ടിയിൽ നമ്മൾ കുറേ ആളുകളെ ഇൻവൈറ്റ് ചെയ്തു. അവരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർ യു എൻജോയിങ് ദ ഫുഡ് എന്ന് ചോദിക്കാം നമുക്ക്. നിങ്ങൾ ഫുഡ് എൻജോയ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടമാകുന്നുണ്ടോ എന്നാണ് അതിനർത്ഥം. വേറൊരു സെൻറ്റൻസ് നോക്കാം. ഡിഡ് യു എൻജോയ് ദ ട്രിപ്പ്? നിങ്ങൾ ആ ട്രിപ്പ് എൻജോയ് ചെയ്തോ? ഡിഡ് യു എൻജോയ് റീഡിംഗ് ബുക്സ് വെൻ യു വർ എ ചൈൽഡ്? നിങ്ങളൊരു കുട്ടിയായിരുന്നപ്പോൾ ബുക്ക് റീഡിംഗ്, ബുക്ക് വായന നിങ്ങൾ എൻജോയ് ചെയ്തിരുന്നോ? വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഐ എൻജോയ് ടു ഈറ്റ് കേക്ക്സ് എന്ന് പറഞ്ഞാൽ അത്തരം സെൻറ്റൻസുകൾ ടു ഈറ്റ്, എൻജോയ് എന്ന വേർഡ് കഴിഞ്ഞിട്ട് ടു ഈറ്റ് എന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഐ എൻജോയ് ഈറ്റിംഗ് കേക്ക്സ് എന്ന് തന്നെ വേണം. കാരണം എൻജോയ് എന്ന വേർഡ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് വെർബൽ നൗണാണ്. ഇപ്പോൾ എൻജോയ് എന്ന വെർബിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ?